ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ആ 1 കിലോമീറ്ററാണ് ഈ അമ്മ ഒഴുകി വന്നത്. 79 വയസ്സായിട്ടുള്ള ചന്ദ്രമതി അമ്മ ഒഴുകി വന്നത്. ഈ തേങ്ങ എറിയുന്ന സ്ഥലം അവിടെയായിരുന്നു അമ്മ ഉണ്ടായിരുന്നല്ലേ. അതിജീവനത്തിൻ്റെ 10 മണിക്കൂർ. കഴുത്തിന് മീനങ്ങനെ മൂക്കും ഇത് മാത്രമേ കാണാറുള്ളൂ. ബാക്കി വേറെ വെള്ളത്തിലിങ്ങനെ ആയിട്ട് പിടിച്ച് നിൽക്കുക, 2 പുറം പിടിച്ച്. പിന്നെ നല്ല ആളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ നല്ല കുത്തു കൊടുക്കണ്ടേ, എന്താ തെര അടിക്കും പോലെ അടിക്കുന്നത്. കാല് നിലത്ത് തട്ടില്ല, അത്രയ്ക്ക് വെള്ളമുണ്ട്. പിടിച്ച് നിന്നതാ. നന്നായിട്ട് നീന്താൻ നമ്മുടെ മുള്ളംകൊല്ലി വേലായതിനേക്കായി അടിപൊളിയായിട്ട് നീന്തും. അല്ലച്ച പോയി നേരെ എത്തിയിട്ടുണ്ടാവും ഭാരതപ്പുഴയ്ക്ക്. കരക്കട 1-ാം തീയതി കുളിക്കാൻ പോയതാണ്. നായ ഓടി വന്നു, പിന്നാലെ നായനെ ആട്ടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് തോട്ടിലേക്ക് വീണിട്ട് 1 കിലോമീറ്റർ പോയിട്ടൊരു ചുഴലിപ്പാറ കണ്ടു. അതുമ്മിൽ പിടിച്ച് നിന്നു. 4 മണി വരെ പിടിച്ച് നിന്നു. പോയത് 6 മണിക്ക്. പോവാറുണ്ട്. എനിക്കാണെങ്കിലോ കുളിക്കുന്ന രാവിലെ, അങ്ങനെയാണ്. ഇറച്ചി കൂട്ടില്ല, മീൻ കൂട്ടില്ല, പിന്നെ പപ്പടം, ചായയും കാപ്പിയൊന്നും കുടിക്കില്ല. അങ്ങനെ കഴിക്കുക. ആ ശക്തിയുള്ളൂ. ഈശ്വരനാണ് രക്ഷിച്ചത്. അതെ, രക്ഷിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകി പോവായിരുന്നു. അപ്പോൾ ഇതാണ് ആ തോട്, കുളിക്കാൻ ഇറങ്ങിയ തോട് ഇതാണ്. ഇവിടുന്ന് വഴിക്ക് വീഴുകയായിരുന്നോ? നായ വീണൊന്നുമില്ല, ഞാനേ വീണ് വെള്ളത്തിലേക്ക്. അതിലൊന്ന് മുങ്ങിയപ്പോൾ പിന്നെ മുങ്ങി ഇതായപ്പോൾ നീന്തി തുടിച്ചു ഇങ്ങനെ പോയി. ഇങ്ങനെ ഒഴുകി പോയി. പിടുത്തം എവിടെയും കിട്ടാനില്ലേ. അപ്പോൾ കിട്ടിയത് ചുഴലിപ്പാറ എത്തുമ്പില്ലേ, അവിടെ കിട്ടിയ 1 കിലോമീറ്റർ പോയപ്പോൾ പിടിച്ചു നിന്നു. എന്നെയാണ് ചെറുച്ചൻ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്, ആൾക്ക് ജീവൻ ഉണ്ടെന്ന്. അപ്പം എനിക്ക് ചെക്കന്മാരോട് ഇത് പറയാൻ കിട്ടണില്ല. ഞാനാകെ സ്റ്റക്കായി പോയി. ഞാൻ പറയുമ്പോഴേക്ക് പുറത്തേക്ക് ശബ്ദം പേരുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരെയും കൂട്ടിയിട്ട്, ഞങ്ങളൊരു 10 ഒരു നാട് മൊത്തം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട് മൊത്തം നോക്കിയപ്പോൾ പറഞ്ഞു, ഉണ്ണിട്ടാ തന്നെയാണ് ആള്, പിന്നെ ജീവണ്ട്, മരിച്ചിട്ടില്ല, ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്. അത് അറിഞ്ഞുകൊണ്ടപ്പോൾ പിന്നെ ഞാൻ മറ്റുള്ളവരൊക്കെ വിളിച്ചു. ഒരു 10-50 ആളോളം മേലുണ്ടാവും ആൾക്കാർ വന്ന് തോട്ടിൽ കയറൊക്കെ കെട്ടി അങ്ങനെ അവരെ രക്ഷിക്കുകയുണ്ടായി. എന്നെ കടത്തുമ്പോഴും ഞാൻ പറയാണ്, എന്നിട്ട് നിങ്ങൾ വിടുന്നു, ഈ മരം വിടുന്നില്ല, അവർ പിടിച്ചിട്ട് ഞാൻ മരം വിടുന്നില്ലേ. അപ്പോൾ എത്ര പിടുത്താ ഞാൻ പിടിച്ചിറങ്ങുന്നത്. നിങ്ങളിത് വിടുന്നു, മരം വിടുന്നു. മരക്കൊമ്പ് വിടും പറയാ ഇവരെ, അവർ പിടിച്ചിട്ടും. ഇത് രക്ഷിക്കുമ്പോൾ അമ്മേൻ്റെ അവസ്ഥ എന്താ? ആളൊരു മരത്തും ഒരു പാറകമരമുണ്ട്, അതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പാറകല്ലേ, പാറകം പറഞ്ഞിട്ടൊരു മരമുണ്ട്. ഏതാ ആ മരം? വളഞ്ഞു നിൽക്കുന്ന മരം. ഓക്കെ. വെള്ളം വെക്കുക, ഒച്ച വെക്കുക ഒന്നും ചെയ്തില്ല. അതിനൊന്നും തോന്നിച്ചില്ല. അങ്ങനെ അവിടെ നിന്നു, അത് പിടിച്ചിട്ട് വലം പിടിച്ചിട്ട് അവിടെ നിന്നു. എൻ്റെ ഭർത്താവ് മരിച്ചിറങ്ങണം. അത് 35 വയസ്സിൽ മരിച്ചിറക്കണം. അപ്പോഴേക്ക് 27 വയസ്സാണ്. കുട്ടികൾക്ക് 7 വയസ്സ്, 3.5 വയസ്സ്. ആ 2 കുട്ടിയില്ല, 2 കുട്ടി മരിച്ചു. അപ്പം ഇനിയിപ്പോൾ ആ ദുഃഖം പോകണമെങ്കിൽ മരിക്കണ്ട ഞാൻ. പിന്നെ ചെറുപ്പം മുതൽ 10-13 വയസ്സിൽ നീന്തക്കാൻ പഠിച്ചിട്ടുണ്ട്. ആടിനെ മേയ്ക്കാൻ പോവും. ആട് അക്കരെ കടന്നാൽ നീന്തി കിടക്കും ഞാൻ. എൻ്റെ കൂടെ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്, അതും അവളും ഉണ്ടാവും. അപ്പോൾ 2ാം ജന്മമാണ്. 2ാം ജന്മം. ഇഞ്ഞേറ്റ പോവില്ല. ഇപ്പോൾ ഒരു വണ്ടി പോയിട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടായില്ലേ. ഇനി പോവില്ല, ഇവിടുന്ന് പോകാനാക്കിയില്ല. ഇനി പോകരുതെന്നാണ് പറഞ്ഞു, എല്ലാവരും പോകരുത് പറഞ്ഞു. കൂടുതൽ ജീവിക്കട്ടെ. അത്രയൊന്നും വേണ്ട, അങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇനി തന്നെ വന്ന ജീവൻ തന്നെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വിചാരം കുറേ ഇരിക്കണമെന്നില്ല. തന്നെ വന്ന ജീവൻ തന്നെ പോവുക അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.